ഡയറക്റ്റ് നമ്മളെ ഡോറിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നമ്മളെ മേത്തേക്കാ. അവർ വെടിവെച്ചിട്ട് നമ്മൾ സൈഡിലാണ് നിൽക്കേണ്ടത്. പറ്റാവുന്ന അത്രയും ഡിഫെൻഡ് ചെയ്യുക, ബാക്കി തീരട്ടെ. അടിപിടിയിൽ എന്തെങ്കിലും സീരിയസ് ഇതായിട്ടായിരിക്കും പോകുന്നതെന്ന്. പക്ഷെ പിന്നെ ടി വിയിൽ ന്യൂസിൽ കണ്ടപ്പോൾ അത് അവരുടെ വൈബ്. ഞങ്ങളുടെ തൊട്ടരികിലൂടെയാണ് കുറേ ആംബുലൻസ് പോയി. ഇവരുടെയൊക്കെ പ്രശ്നമാണ് ഞാൻ ആലോചിച്ചത് ഏറ്റവും കൂടുതൽ. കുഞ്ഞു കുട്ടികളൊക്കെ അല്ലേ, അവർ മാത്രം അവിടെയുള്ളൂ. പിന്നെ ഈ കുറേ ചെരുപ്പുകളും സാധനങ്ങളും അതൊക്കെയാണ് അവരുടെ അടുത്തൊക്കെ കിടക്കുന്നത്. ആ പെണ്ണിന്റെ സ്ഥിതിയൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. ആ പെണ്ണൊക്കെ എങ്ങനെ അവിടെ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ടാവും. കാരണം ഭാരതത്തിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് സ്വർഗം പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ പോരുന്ന സമയത്ത് അവര് പറഞ്ഞു എല്ലാം തീർന്നു, ഞങ്ങളുടെ ഈ സീസൺ നിങ്ങളോടുകൂടി തീരുവാന്ന് പറഞ്ഞു. ഫുഡിനൊന്നും ഒരു ബില്ലൊന്നും എടുത്തില്ല. ഇനി ആരാ വരുക? അപ്പൊ ഇനി നിങ്ങളെങ്കിലും പോയിട്ട് എല്ലാരോടും പറയണം, എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നിങ്ങളോടെ ഉണ്ട്. പക്ഷെ ആരെങ്കിലും അങ്ങനെ ധൈര്യം വെച്ച് പോവില്ലല്ലോ. അന്നേരം ഞങ്ങള് അത്ര സീരിയസ് എടുത്തില്ല. പിന്നെ ന്യൂസിൽ ഫ്രണ്ട്സ് എല്ലാം കോളാക്കാൻ തുടങ്ങി ഇൻസ്റ്റയില്. ഓക്കെ ആണോ, നീ പോയതല്ലേ, സ്റ്റോറി കണ്ടു. അന്നേരം ആ സീരിയസ്നെസ് അറിഞ്ഞത്. പുറത്തിറങ്ങാൻ പറ്റും, പോരാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു. ഇത് എത്ര ദിവസം നിൽക്കും, എന്ത് നിൽക്കും, എങ്ങനെ നിൽക്കും എന്നുള്ള പേടിയായിരുന്നു. അന്നം ദൈവമാണ്. നമുക്ക് ജീവൻ തന്നതല്ലേ ഡാഡി, നമ്മൾക്ക് തന്നത് ആ അന്നാണ്. അപ്പൊ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായ വേസ്റ്റ് ആക്കുമ്പോഴും അതും ഇതും. ജീവന് പകരം ജീവൻ എന്ന് പറയുമ്പം ഡാഡി പറഞ്ഞാൽ അതും ഒരു ജീവൻ തന്നെയല്ലേ. നമ്മള് ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്നതാണ് പാകിസ്ഥാൻ, ഇന്ത്യ യുദ്ധം, കുറെ പേര് മരിക്കുന്നത്. എല്ലാം ഈ ഒരു ഏത് സമയം മരിക്കുക. നമ്മൾ കോവിഡിന്റെ ടൈമിൽ എന്താ ഇപ്പൊ നടന്നതിനേക്കാളും ഭീകരതയിലല്ലേ നമ്മൾ നടന്നിരുന്നത്. ഒരു കോവിഡിൽ എനിക്കൊരു 10 കോവിഡ് വന്നാലും ആരും നന്നാവില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ ഇതിനെപ്പറ്റി ടോക്കേ വേണ്ട ആരും. ഇനി ഒരു പാർട്ടിക്കാരും ആ ഒരു റിലീജിയനെ പറ്റി പറയേ വേണ്ട. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, കുട്ടികൾ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നിങ്ങൾ ബാത്റൂം പോയിക്കൊള്ളണം, ആരും പുറത്ത് വരരുത്. ഞാൻ നിങ്ങൾ എന്താ പറയണത്, നിങ്ങൾക്കത് അതൊന്നും നീ നോക്കണ്ട, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ അവരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആര് വന്നാലും തുറക്കരുത്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, പോലെ നിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ന്യൂസ് എടുത്ത് നോക്കുന്ന് പറഞ്ഞു. നോക്കിയപ്പോഴേക്കും ഞങ്ങൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് 25 പേരോളം ഡെത്തായി എന്നാണ്. ബ്ലോക്ക് ചെയ്ത് പട്ടാൾക്കാർ ബ്ലോക്ക് ചെയ്തിട്ട് വെടികൊണ്ട് ആൾക്കാർ കൊണ്ടുപോകണമായിരുന്നു. കോള് വരുമ്പോഴാണ് നിങ്ങൾ സേഫ് അല്ലേ സേഫ് ഇല്ലെന്ന് എല്ലാവരും ചോദിക്കണം. നമ്മുടെ ഇന്ത്യയാണ്, ഇന്ത്യൻ ആർമി തിരിച്ചടിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും. ആർമി ഫോഴ്സ് അത്ര ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാരെ എക്സ്റേ എടുത്ത് പോകുന്ന പോലെ. CRPF ഒക്കെ എവിടെ നിന്ന് ഇത്ര പെട്ടെന്ന് വന്നേന്ന് കഴിഞ്ഞു. ഞങ്ങൾ വാലി ഇറങ്ങി അത്ര ആയിട്ടുള്ളൂ. കാരണം എനിക്ക് കുറെ കോൾസ് വരുന്നുണ്ടായി. അപ്പൊ അയാൾ വിചാരിച്ചു ഞാൻ ഈ ന്യൂസ് റിലേറ്റഡ് ആരോ ആണെന്ന് വിചാരിച്ചു. आदरणीय प्रधानमंत्री जी, मोदी जी को ये मैसेज दीजिए कि पूरा कश्मीर की जनता टूरिस्ट के साथ है. हमारा जान चले जाए तो भी हम टूरिस्ट के साथ है, क्योंकि टूरिस्ट लोग हमारा भगवान है. ഞങ്ങൾ എല്ലാവരും ടൂറിസ്റ്റിൻ്റെ കൂടെയാണ്. മെയിൻ സ്ട്രീം വണ്ണിൽ ഇന്നെന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് പറയാനുള്ളത് ഒരു അതിജീവനത്തിന്റെ കഥയാണ്. കഴിഞ്ഞ 4 ദിവസമായി സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന വിഷയമാണ് പഹൽഗാം ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കുടുംബം അവർ നമ്മോടൊപ്പം ചേരുന്നു. എന്തായിരുന്നു അന്ന് ശരിക്കും അവിടെ സംഭവിച്ചത്? അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ 19th അവിടെ എത്തിയത്. ഞങ്ങൾ 2 ദിവസം ശ്രീനഗറിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്ത് പെഹൽഗാമാണ്. 2 ദിവസം പെഹൽഗാമും ലാസ്റ്റ് ഡേ ദാൽ ലേക്കുമാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ പെഹൽഗാമിലേക്ക് ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മോർണിംഗിൽ ഒരു 10:30 സ്റ്റാർട്ട് ചെയ്തത്. 10:30 പോയിട്ട് പോകുന്ന വഴി നമ്മൾ ആപ്പിൾ വാലിയിൽ കയറി. അത്യാവശ്യം സീസൺ അല്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പോകുന്ന വഴി നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറി. അപ്പോൾ 3ാമത്തെ ദിവസമായിരുന്നു ട്രിപ്പിന്റെ? 3ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാൻ കയറിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടെ എത്താൻ ലേറ്റ് ആയത്. ഒരു 1:15 അല്ല ഡാഡി, 1.25 മണിക്കൂർ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ടൈം പോയി. അതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഒന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത ഒരു കാശ്മീരിലെ തന്നെ ഒരു ഫേമസ് ഡിഷ് ഉണ്ട്, മട്ടൻ ഗോഷ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിക്കാൻ ഇവിടെ പ്ലാൻ ചെയ്ത് പോയതായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ക്ലോത്തിങ് സ്റ്റോർ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു മാനുഫാക്ചറർ അവിടെ ഉണ്ട്. അപ്പോൾ അവർ ആദ്യമേ എപ്പോഴെന്നെ ഇൻവൈറ്റ് ചെയ്യണം, അങ്ങോട്ട് വന്ന് വ്ളോഗൊക്കെ എടുത്തോന്ന് പറയാറുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞത് എപ്പോഴും കാശ്മീർ വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിഷ് കഴിക്കണം, അത് ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ ഡിഷാന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതുകൊണ്ട് അത് ഓർഡർ ചെയ്തു. പക്ഷേ ബൈലൊക്കെ നമുക്ക് കിട്ടിയതിൽ ജസ്റ്റ് ബോൺസും പിന്നെ ഭയങ്കര സോൾട്ടി ആയിരുന്നു. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തു, കഴിക്കാൻ പറ്റിയില്ല.
അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരോട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്തല്ലോ, എന്നിട്ട് ആരും ഒന്ന് ടേസ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞു. അവരിങ്ങോട്ട് വന്ന് ചോദിച്ചു. ചോദിച്ചു. ഓഹോ. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഭയങ്കര ഉപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ എന്നാൽ ഞങ്ങൾ വേറെ ഉണ്ടാക്കി തരാമെന്ന്. ഞങ്ങൾ പറഞ്ഞു വേണം ഉണ്ടാക്കി തരാം, ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോളാം, ഞങ്ങൾക്ക് അവിടെ എത്താൻ ലേറ്റ് ആവും, അപ്പം നമ്മൾ ഇത് വെച്ച് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് ഭയങ്കര ഒരു ഗിൽറ്റി ഫീൽ ആയിട്ട് രണ്ടാമത് അവർ ഉണ്ടാക്കിയത്. ഓ, അത് കാരണം ടൈം അവിടെ ഡിലേ വന്നു. അതുകൊണ്ട് ഡിലേ വന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയി അവരായിട്ട്. പിന്നെ റിവ്യൂ ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ആയി. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വാലി കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. കയറി ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റർ ബാക്കി ഉണ്ടായുള്ളൂ. ലാസ്റ്റ് ഒരു 5 മിനിറ്റ് അവിടെ എത്താൻ അത്ര ടൈം ഉണ്ടായുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു 250 കുതിരകൾ ഭയങ്കര പാനിക്കായിട്ട് താഴത്തോട്ട് ഓടിക്കൊണ്ട് ഇങ്ങനെ ഓടിപ്പോ. ആദ്യം കുതിരകളാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണത് കംപ്ലീറ്റ്. അത് നമ്മുടെ വണ്ടിമേലൊക്കെ ഇടിച്ചിട്ടാണ് താഴേക്ക് പോണത്. അപ്പൊ ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. അല്ല, അപ്പൊ ഇങ്ങനെ കുതിരകൾ ഓടിപ്പോകുമ്പോ നമുക്ക് തോന്നുന്നില്ല അത് നോർമൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ലാന്ന്? അല്ലാന്ന് നമുക്ക് തോന്നി. വന്നിടിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ശരിക്കുള്ള ഇതെല്ലാം എന്തുകൊണ്ടിട്ടാണെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ വേറെ ആരുമില്ല, ചോദിക്കാനായിട്ടൊന്നുമില്ല. വണ്ടി വന്ന് ഇടിച്ചിട്ട് കുതിര താഴേക്ക് ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ ചില കുതിരയുടെ പുറത്ത് ഇരിക്കണ സാധനം ഇല്ല, ചിലതിന്റെ പുറത്തുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഡ്രൈവറോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് കുറെ ആൾക്കാർ ഓടുന്നത്. പിന്നാലെ ആൾക്കാർ ഓടി വന്നു. അത് ഈ കുതിരക്കാരാണെന്ന് തോന്നുന്നത്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, പോലെ എന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് പോവല്ലേ എന്ന്. നമുക്ക് അപ്പോഴും മനസ്സിലായില്ല. അപ്പൊ ഡ്രൈവർ പറഞ്ഞ് എന്തോ, അപ്പൊ ഞാൻ ഡ്രൈവർ എന്തോ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞ് അത് പിന്നെ സാധാരണ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്, നമുക്ക് അതുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കൂടി കയറി പോയായിരുന്നു. കുറെ കൂടി കയറി പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആൾക്കാർ വന്ന് വണ്ടിയും വന്നി, കാറും വണ്ടികളും ഇങ്ങനെ വന്നി. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞാൽ അവിടെ എന്തോ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. മലയാളികളല്ല, അവര് ഈ ഡ്രൈവർക്കാണ് അത് മനസ്സിലായുള്ളൂ, നമുക്കറിയാൻ പാടില്ല. അപ്പൊ അവര് പറഞ്ഞപ്പോഴാണ് ഡ്രൈവർ പറഞ്ഞു അവിടെ എന്തോ പ്രശ്നമുണ്ട്, അവർ പട്ടാളക്കാരും ടൂറിസ്റ്റായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവിടെ എന്തോ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്ര അറിയാൻ അപ്പൊ തന്നെ നമ്മ പേടിച്ചായിരുന്നു. നമുക്കിങ്ങനെ വെടിവെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണല്ലോ. അത് ഒന്നാമത്തെ പ്രത്യേകിച്ച് കാശ്മീരിലാകുമ്പോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈവർ എന്നാൽ നമുക്ക് കുറച്ചും കൂടി പോയി നോക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഇനി പോകണ്ട, നമുക്ക് തിരിക്കാൻ പറഞ്ഞു. ഡ്രൈവർ അപ്പോഴും ഫ്രണ്ടിലോട്ട് അവരുടെ ഡ്യൂട്ടി അതാണല്ലോ. അവർക്ക് അതൊരു ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അവർ അതുകൊണ്ടിട്ടായിരിക്കും. ആൾ പറഞ്ഞ് പോകാൻ. ഞങ്ങൾ പറഞ്ഞു ഇനി പോകണ്ട, നമുക്ക് അങ്ങനെ റെസ്റ്റ് എടുത്ത് പോകണം, നമുക്ക് തിരിക്കാന്ന് പറഞ്ഞു. പക്ഷെ തിരിക്കാനുള്ള സ്ഥലമില്ല, ഈ റോഡിന് വീതി കുറവാണ്. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ഭയങ്കര കൊക്കയാണ്, പൊക്കത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഡ്രൈവർ കുറെ കൂടി ചെന്ന് കഴിഞ്ഞിട്ടാണ് തിരിക്കാൻ പറ്റിയത്. ഒരു ചെറിയ സ്ഥലത്തിട്ടാ പുള്ളിക്കാരനെ സമ്മതിക്കണം. അപ്പൊ തിരിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പുറത്തെ സൈഡ് ഭയങ്കര ഇതാണ്ട്, പേടിക്കണ്ട ഇരുന്നു എന്ന് പറഞ്ഞു പുള്ളിയുടെ ഭാഷയിലെ. അവരുടെ ലാംഗ്വേജിലാണ് പുള്ളി പറഞ്ഞത്. കാശ്മീരി ലാംഗ്വേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി തിരിച്ചിട്ട് താഴേക്ക് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ഈ പോലീസിന് പട്ടാളത്തിന്റെ സൈറനും ഇതൊക്കെ കൂടി മുഴക്കിക്കൊണ്ട് പട്ടാള വണ്ടികൾ ഇഷ്ടം പോലെ ഇങ്ങനെ അപ്പോഴത്തേക്കും താഴത്തൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കായി. ബ്ലോക്കായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് ബ്ലോക്ക് ചെയ്ത് പട്ടാൾക്കാർ ബ്ലോക്ക് ചെയ്തിട്ട് ഈ വെടികൊണ്ട് ആൾക്കാർ കൊണ്ടുപോകണമായിരുന്നു. നേരിട്ട് കണ്ടു. അപ്പൊ ലാവണ്യൊക്കെയാണ് അത് ശരിക്കും കണ്ടത്. എനിക്ക് ഞാൻ ഇപ്പുറത്തിരിക്കണ എനിക്ക് കാണാൻ. ഞങ്ങള് വിൻഡോ സൈഡിലായിരുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കുറെ CRPFന്റെ വണ്ടികളും പിന്നെ ഹെലികോപ്റ്റർ പറക്കുന്ന കുറെ ആംബുലൻസ്, പിന്നെ CRPFന്റെ വണ്ടിയിൽ ഒരു ലേഡി, അതായത് മഞ്ജുനാഥിന്റെ വൈഫായിരുന്നു. അപ്പൊ അവര് ഭയങ്കര സൗണ്ടിൽ കരഞ്ഞിട്ടാണ്, അവരെ കരച്ചിലൊക്കെ ഒരു ഡെത്ത് സംഭവിച്ച പോലെയാണ് അവർ കരയുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിക്കണത് അടിപിടിയിൽ എന്തെങ്കിലും സീരിയസ് ഇതായിട്ടായിരിക്കും പോകുന്നതെന്ന്. പക്ഷെ പിന്നെ TV ന്യൂസിൽ കണ്ടപ്പോഴാണ് അത് അവരുടെ വൈഫ്. ഞങ്ങളുടെ തൊട്ടരികിലൂടെയാണ് ബാക്കിയുള്ള ഫുള്ള് കുറേ ആംബുലൻസ് പോയി. അപ്പം നമുക്ക് തോന്നി എന്തോ വലിയ ഇഷ്യൂ നടന്നിട്ടുണ്ട് എന്ന് തന്നെ തോന്നി നമുക്ക്. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു വാലിയിലേക്കുള്ള കയറ്റത്തെ മൊത്തം ബ്ലോക്ക് ചെയ്തു. പിന്നെ ഓൾറെഡി കയറിയ ആൾക്കാരെ മാക്സിമം എവിടെ സ്റ്റോപ്പ് ചെയ്യാണ്ട് വേഗം മൂവ് ചെയ്യിപ്പിക്കണമായിരുന്നു. ആ ടൈമിൽ ആ കുതിരകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇല്ല, അവരെല്ലാം നേരെ ഞങ്ങൾ ആ കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലം വെച്ചാൽ അവരുടെയൊക്കെ ഒരു നോർമൽ വില്ലേജ് ആണ്. അപ്പൊ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ഗേറ്റിന്റെ ഫ്രണ്ടിൽ എല്ലാവരുടെ വീട്ടുകാരും പുറത്താ. കുറെ പേര് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവിടുത്തെ ലോക്കലൈറ്റ്സ് തന്നെ ഫാമിലീസ് എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു.
ആൾക്കാർ റോഡിൽ അവിടുത്തെ ഇറങ്ങി കഴിഞ്ഞു. ഫാമിലിക്ക് പോലും എന്താ സംഭവിക്കുന്നതെന്ന് ഇല്ല ഈ മനസ്സിലാവുന്നില്ല. സൈറൻ മുഴങ്ങിയപ്പോഴും ഇഷ്യൂസ് വന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും അവർക്ക് തോന്നി എന്തോ നടന്നിട്ടുണ്ടെന്ന്. അപ്പൊ എല്ലാരും വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് തോന്നി മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അടിപിടി അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ എപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആണെന്ന് മനസ്സിലാവുന്നത് എപ്പോഴാ? ഞങ്ങള് മറ്റേ റൂമിലെത്തി കഴിഞ്ഞ് നമ്മളെ ഫോണിലൊന്ന് വൈഫൈ കണക്ട് ആയപ്പോഴേക്കും കോൾസ് വരാൻ തുടങ്ങി. കോള് വരുമ്പോഴാണ് നിങ്ങൾ സേഫ് അല്ലേ എന്ന് എല്ലാവരും ചോദിക്കണം. അപ്പൊ നമ്മൾ എന്താ സേഫ്, വേറെ എന്താ ഇവിടെ ഇഷ്യൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ന്യൂസ് എടുത്ത് നോക്കുന്ന് പറഞ്ഞു. നോക്കിയപ്പോഴേക്കും ഞങ്ങൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് 25 പേരോളം ഡെത്ത് ആയി എന്നാണ്. അപ്പോഴാണ് നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാല്. ആ 25 പേരും ആ സമയത്ത് നമ്മൾ പേടിച്ച, അപ്പോഴാണ് നമ്മൾ അത്ര പേടിച്ചത്. കാരണം പിന്നെ അവര് പറഞ്ഞിട്ട് ടൂറിസ്റ്റുകാരെ പോരും തിരിച്ചു പോരും എന്താവും എന്നുള്ളതൊക്കെ ഭയങ്കരമായി. അപ്പോഴത്തേക്ക് പറഞ്ഞത് ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണ്ട, നിങ്ങൾ സേഫായിട്ട് അവിടുത്തെ ഇരുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ടോണിച്ചമ്മണി വിളിച്ചായിരുന്നു, പഴയ മേയർ വിളിച്ചായിരുന്നു, അരിസ്റ്റോട്ടിൽ വിളിച്ചായിരുന്നു. ആദ്യം അരിസ്റ്റോട്ടിലെ അരിസ്റ്റോട്ടിൽ വിളിച്ചിട്ട് എന്തായാലും ഒരിട്ട് ഇങ്ങനെ പ്രശ്നം. അപ്പം ഇവരുടെ ഫോണിൽ, എൻ്റെ ഫോണിൽ കിട്ടണ്ടായിരുന്നില്ല, ഇവരുടെ ഫോണിൽ വിളിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു. അതൊക്കെ എൻ്റെ മുൻ മേയർ അരിസ്റ്റോട്ടിൽ മേയർ ടോണിത്തമ്മണി വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരിടം പറഞ്ഞോ, MP ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം, എന്തെങ്കിലും നിങ്ങൾ സേഫായിട്ട് എവിടെയെങ്കിലും ഇരുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ തന്നെ അവർ പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങണ്ട, കംപ്ലീറ്റ് പട്ടാളമാണ്, അപ്പോൾ റോഡിലൊക്കെ കംപ്ലീറ്റ് ചെയ്താണ്, അപ്പോൾ ഇപ്പം നിങ്ങൾ ഇറങ്ങണ്ട. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങണില്ല. അപ്പം മോനും പറഞ്ഞ് അവിടെ തന്നെ സ്റ്റേ ആകുന്നതുകൊണ്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. അവിടുത്തെ 2 ദിവസം അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു, പുറത്തൊന്നും ഇറങ്ങിയില്ല. ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റും, പോരാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു. ഇത് എത്ര ദിവസം നിൽക്കും, എന്ത് നിൽക്കും, എങ്ങനെ നിൽക്കും എന്നുള്ള പേടിയായിരുന്നു. അവിടെ നിന്ന് നമുക്കിപ്പോൾ പോരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലുള്ള ഒരു ചുറ്റുപാടും വേറെയുള്ള. പിന്നെ ടൂറിസ്റ്റുകളെ ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞപ്പോ പിന്നെ നമുക്ക് പേടി. ഞങ്ങള് റിസോർട്ടിലല്ലേ, അപ്പൊ അവിടെ ടൂറിസ്റ്റുകൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഡയറക്റ്റ് അവിടെ വന്നിട്ട് അവര് നമ്മളെ ആക്രമിക്കുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു. പിന്നെ നൈറ്റിലൊക്കെ നമ്മൾ നോക്കണം, ഡോറ് അവർ തള്ളി എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യും. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങൾ നേരെ ബാത്റൂമിൽ കയറിക്കൊള്ളണം. രാത്രി അന്ന് രാത്രി നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ല. നമ്മൾ ഫുള്ള് ടൂറിസ്റ്റുകളെയാണ് അവര് ഫോക്കസ് ചെയ്യണേന്ന് പറഞ്ഞപ്പോ പിന്നെ നമുക്ക് ടെൻഷനായി. അപ്പൊ ഞങ്ങള് മറ്റേ റിസോർട്ടിന്റെ ഓണറോട് പറഞ്ഞു ഞങ്ങളെ ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്തോ, എല്ലാം ഡീറ്റെയിൽസ് എടുക്കുക, CRPFന്റെ അവരുടെ അടുത്തെല്ലാം പറ, നമുക്ക് ഹെൽപ്പ് ലൈനിലൊക്കെ ഇതാക്കണം. അവരുടെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളെ കഴിഞ്ഞിട്ടേ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഒരു സില്ലി ഇഷ്യൂ ആയിട്ടാണോ അതിനെ കാണുന്നത്? അവരെപ്പോഴും ഇങ്ങനെ പല ഇതൊക്കെ കാണുന്നുണ്ടാവല്ലോ. ഭയങ്കര അവരുടെ ജീവിതമാർഗമാണ് അത്. അവർക്ക് അന്നേരം തന്നെ ആ ഹോട്ടലില് പിന്നെ റൂം ബുക്ക് ചെയ്ത് വെച്ചവരെല്ലാവരും അപ്പം തന്നെ ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞു, വിളിച്ച് ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞു. ആ ടൈമില് വലിയ ഇഷ്യൂ നടക്കുമ്പോ എല്ലാം ഇപ്പൊ ഒരു ഞങ്ങള് പോരുന്ന സമയത്ത് അവര് പറഞ്ഞു എല്ലാം തീർന്നു, ഞങ്ങളുടെ ഈ സീസൺ നിങ്ങളോടുകൂടി തീരുവാന്ന് പറഞ്ഞു. ഫുഡിനൊന്നും ഒരു ബില്ലൊന്നും എടുത്തില്ല. വേറൊരു പാർട്ടി ഉണ്ട്, തമിഴ് ഫാമിലി ഉണ്ട്, അവര് ആ അറ്റാക്ക് കഴിഞ്ഞ വിത്തിൻ 1 hour അവർ കാലിയാക്കി പോയി. ഈ ഒരു പ്രശ്നത്തോടെ കാശ്മീരിലെ കാരണം അത് അവരുടെ നമ്മള് കൂടെ ആ റിസോർട്ടിലെ ആൾക്കാർ, ഞങ്ങളെ ടാക്സി ഡ്രൈവർ, പിന്നെ എന്റെ മാനുഫാക്ചറർ അവിടെ ഉണ്ടായി, അവരുടെ ഇടക്കിടക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എല്ലാവർക്കും സങ്കടം, കാരണം ഒരു മരിച്ച വീടിന്റെ ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ ലൈഫ് അവർ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 5 വർഷത്തേക്ക് നമ്മൾ തീർന്നു എന്ന് പറയണേ, ഇനി ആരാ വരുക. അപ്പൊ ഇനി നിങ്ങളെങ്കിലും പോയിട്ട് എല്ലാവരോടും പറയണം, എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ ആരെങ്കിലും അങ്ങനെ ധൈര്യം വെച്ച് പോവില്ലല്ലോ. നമ്മളെന്ന് വെച്ചാൽ അവിടെ പെട്ടുപോയതാണ്. കാരണം നമുക്ക് മൂവ് ചെയ്യാനും പേടിയാ. എല്ലാരും പറഞ്ഞ മൂവ് ചെയ്യണ്ട, നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ സേഫ് ആയിട്ട് ഇരിക്കുക. സത്യം പറഞ്ഞാൽ തിരിച്ച് റിസോർട്ടിൽ എത്തിയപ്പോഴും നമുക്ക് സമാധാനം ഇല്ല. ഇല്ല കാര്യം നമുക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ തിരിച്ചു വരണ്ടേ, തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെയല്ലേ എയർപോർട്ടിൽ പോകാൻ പറ്റുമോ? പിള്ളേരൊക്കെ കൂടെ ഉള്ള ഇതിനെക്കാട്ടി ഭയങ്കര ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിപ്പോയിച്ചെങ്കിൽ ഇതുങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതുങ്ങളെല്ലാം പരക്കം പാഞ്ഞ് ഓടിപ്പോവില്ലേ. കംപ്ലീറ്റ് എല്ലാവരും ചെതറി ഓടുകയാണ് ചെയ്തത്. അപ്പൊ ആ കൂട്ടത്തിൽ കൂട്ടം പിരിഞ്ഞു പോവില്ലേ. ഈ ഒരു സിറ്റുവേഷനിൽ അങ്കിളിനെ കൊണ്ടിരിക്കുമ്പോ ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ അധികം ഡാഡി മമ്മി വേറെ റൂമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം ഡാഡിയായിട്ടൊന്നും, കാരണം ഡാഡിക്ക് ഫോണും കിട്ടൂല, പ്രീപെയ്ഡ് അല്ലേ. അപ്പൊ ഞങ്ങൾ അധികം ഡാഡിയായിട്ട് ഒന്നും ഡിസ്കസ് ചെയ്തില്ല. അപ്പൊ ഞങ്ങള് ആര് വന്നാലും തുറക്കണ്ട. അപ്പൊ ഞങ്ങളെ കസിൻ ഞങ്ങൾ ഓപ്പോസിറ്റ് റൂമിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആര് വന്നാലും തുറക്കരുത്, ഇനി എന്താ ഇവരാണെങ്കിൽ നമ്മളെ ലാൻഡ് ഫോണിൽ വിളിച്ചാലേ ഓപ്പൺ ആക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു.
പിന്നെ മുഴുവൻ നമ്മൾ ഡോറിന് ഇത് സ്ട്രോങ് ആണോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കുട്ടികൾ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നിങ്ങൾ ബാത്റൂം പോയിക്കൊള്ളണം, ആരും പുറത്ത് വരരുത്. നിങ്ങൾ എന്താ പറയണത്, നിങ്ങൾക്കത് അതൊന്നും നീ നോക്കണ്ട, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ അവരൊക്കെ ഉണ്ട്, എനിക്ക് ആ സമാധാനം. അങ്ങനെ വരെ ഞങ്ങൾ നൈറ്റിൽ നമ്മൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമ്മൾ തമാശക്ക് പറഞ്ഞു എന്ത് ഡോറ് പൊളിക്കൊന്നുമില്ല, 4 വെടി വെച്ചാൽ തന്നെ ആ ഡോറ് പൊളിഞ്ഞു വീഴും. AK-47 ഒക്കെ ആയിരിക്കില്ല അവരുടെ കയ്യിൽ. നമ്മളതെല്ലാം ചിന്തിച്ചു, നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്നില്ലേ. ആ ഇൻസിഡന്റ് ഇതിനു മുന്നേ ഫിലിംസിൽ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അതാണ് റിയൽ ലൈഫിൽ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞത് ഒരിക്കലും ഡോറിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ നിൽക്കരുത്, സൗണ്ട് കേട്ട ഡോറിന്റെ സൈഡിലേ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ വെടിയുണ്ട് ഡയറക്റ്റ് നിങ്ങൾ, അങ്ങനെ വരെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പപ്പ ഇംഗ്ലീഷ് ഫിലിം കണ്ട നല്ല പരിചയമുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് അതും കൂടെ അല്ല ഹസ്ബൻഡ് ഇംഗ്ലീഷ് ഫിലിംസ് കാണാറുണ്ട്. അപ്പൊ ഹസ്ബൻഡാണ് ചേട്ടി അത് കറക്റ്റാണ്, കാരണം ഡയറക്റ്റ് നമ്മളെ ഡോറിന്റെ ഫ്രണ്ടിൽ നിന്നാ കൊണ്ടുവരുന്നത് നമ്മളെ മേത്തേക്കാ. അവര് വെടി വെച്ചിട്ട് നമ്മളെ സൈഡിലാണ് നിൽക്കേണ്ടത്, പറ്റാവുന്ന അത്രയും ഡിഫെൻഡ് ചെയ്യുക, ബാക്കി തീരട്ടെ. അങ്ങനെ വരെ നമ്മൾ നൈറ്റിൽ പ്ലാൻ ചെയ്തു. പിന്നെ നൈറ്റിൽ ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുമെന്ന് ഇങ്ങനെ ഓർത്ത് വെച്ചേക്കണായിരുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും സൗണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് ലൈറ്റ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു CRPF വണ്ടികൾ പോകണോണ്ടായിരിക്കും. അത്ര രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ ഇങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. മേ ബി അത് ഹെലികോപ്റ്ററാണ്, എന്താ അല്ല സൗണ്ട് ഉണ്ടായില്ല, ലൈറ്റ്സ് ഇങ്ങനെ നമുക്കിങ്ങനെ ഹോട്ടലിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവില്ലേ. അപ്പൊ നമ്മള് പേടിയായിരുന്നു, ഇനി ഇവര് വന്ന് മിസൈൽ വെക്കുവോ. ആ ഫുഡ് കഴിക്കാൻ കേറിയിട്ടില്ലായിരുന്നെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഫുഡ് കഴിക്കാൻ കേറിയില്ല തീർച്ചയായിട്ടും ഈ സ്പോട്ടില് ഉറപ്പായിട്ടും 100% ഞങ്ങൾ ഉണ്ടാവും. അതിക്ക് മുമ്പ് ഞങ്ങൾ എല്ലാവരും 11 പേരും കുതിരപ്പുറത്ത് കയറി പോയതാണ് അടുത്ത സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ ചെന്നെങ്കിൽ ഇവരൊക്കെ ആയിട്ട് കുതിരപ്പുറത്ത് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം ആ കുതിരപ്പുറത്ത് വീഴുകയും ചെയ്യും, എല്ലാം ചെതറിപ്പോവുകയും ചെയ്യുമായിരുന്നു. പിന്നെ വെച്ചാൽ ഈ സ്ഥലങ്ങൾ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഇല്ല, കാരണം അത്ര ഭംഗിയാ. കാരണം ഭാരതത്തിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് സ്വർഗം പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്ന് പക്ഷെ പറയുന്നത് ഞാനെന്ന് പറഞ്ഞത് നമ്മ ഈസ്റ്ററായിട്ട് പിന്നെ സ്വർഗത്തിൽ നിന്ന് സ്വർഗം കണ്ടു എന്നാണെന്ന് അന്നേരം ഇവരോട് പറഞ്ഞത്. കാരണം ഈസ്റ്ററിന്റെ അന്ന് ഞങ്ങള് സോൻമാർഗിലാ പോയത്. അത്ര ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയല്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമ്മൾ അത്ര ഭംഗിയാ. ഇവിടെ ആടി പറയണ്ടായിരുന്നു ഈസ്റ്ററിന്റെ അന്ന് നമ്മള് സ്വർഗം കണ്ടു എന്ന് പറഞ്ഞത്. സ്വർഗം കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. കംപ്ലീറ്റ് അങ്ങോട്ട് ആ 3-ാമത്തെ ദിവസം എല്ലാം നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയവരെ ആയിരുന്നു. പിന്നെ പിറ്റത്തെ വെനസ്ഡേ നമുക്ക് എൻ്റെ പ്രശ്നമല്ല, ഇവരൊക്കെ പിള്ളേരല്ലേ, ഇവരെയൊക്കെ പ്രശ്നമാണ് ഞാൻ ആലോചിച്ചത് ഏറ്റവും കൂടുതൽ. നമുക്ക് കുഞ്ഞു കുട്ടികളൊക്കെ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വന്ന ഫാമിലിയും അങ്ങനെ ഒത്തിരി പേരാ മരിച്ചേ. അല്ല അവരൊക്കെ ഒന്നും നിരവധികളല്ലേ. അതുപോലെ അവരാണുങ്ങളെയാണ് ഏറ്റവും കൂടി കൊന്നതെന്ന് പറഞ്ഞത്. അതിലാണ് ഏറ്റവും ഭയങ്കര സങ്കടം. അത് കേട്ടിട്ടുണ്ടായിരുന്നു. മതം നോക്കിയിട്ടാണ് തിരിച്ചറിഞ്ഞിട്ടാണ് കൊന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ആർമി തിരിച്ചടിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്. തിരിച്ച് എങ്ങനെ അടിച്ചാലും പോയത് പോയില്ലേ. നമ്മളിപ്പോ എല്ലാവരെയും ഒരേ മനുഷ്യരായിട്ടാണ് കാണുന്നത്, എല്ലാ മനുഷ്യരും. കാരണം തിരിച്ചടിച്ചാലും നിരപരാധിയായിട്ടുള്ള ആൾക്കാരാണ് 28 പേര് മരിച്ചു പോയത്. അതില് ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നേവിക്കാരൻ മരിച്ചിട്ട് അപ്പുറത്ത് ആ ലേഡി ഇരിക്കുന്ന ഒരു ഫോട്ടോ വൈറലായിട്ടുണ്ട്. അവര് മാത്രം അവിടെയുള്ളൂ. പിന്നെ ഈ കുറെ ചെരുപ്പുകളും സാധനങ്ങളും അതൊക്കെയാണ് അവരുടെ അടുത്തൊക്കെ കിടക്കുന്നത്. ആ 2 മാത്രം ഫോട്ടം കണ്ടാണ് നമ്മ അവരെ കണ്ടതല്ല, ഫോട്ടം കണ്ടാണ്. ആ ഫോട്ടത്തിൽ അവർ 2 പേരും മാത്രമുള്ള സ്ഥലത്ത് വേറെ ആരുമില്ല. ആ പെണ്ണിന്റെ സ്ഥിതിയൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. ആ പെണ്ണൊക്കെ എങ്ങനെ അവിടെ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ടാവും. നമ്മൾ ന്യൂസ് കാണുമ്പോഴും ഈ 27 പേര് മരിച്ചു എന്ന് കാണുമ്പോഴും എല്ലാരും വിചാരിക്കുന്നത് തിരിച്ചടിക്കണം, ആ ഒരു കോൺഫിഡൻസിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ഫാമിലി വിട്ട് നിൽക്കുക, അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോ ഭയങ്കര ടെൻഷനാണ്. ആ ഭയം മാറിയെന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും നമ്മളിങ്ങനെ റീകളക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇതാണ്. ഞാനപ്പോൾ ഹസ്ബൻഡ് അടുത്ത് ഫ്ലൈറ്റിൽ തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ചോദിക്കുക, കാരണം ആ സമയത്ത് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മളെന്തായാലും ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമല്ലോ. അപ്പോൾ അത് നീ മണ്ടത്തരാ ചെയ്യുന്നതാണ്. ഞാൻ എന്തുകൊണ്ട് നമ്മളത് ചിന്തിക്കുന്നില്ലല്ലോ. നിങ്ങളൊരാളെ അടിക്കാനും ഞാനും കൂടെ വരും, അപ്പോൾ അയാൾ എന്നെയും ചെയ്യും നിങ്ങളെയും ചെയ്യും. നമ്മൾ ഇത് ആവുമ്പോൾ മക്കൾ ഓടി വരും, നമ്മളൊന്ന് ആലോചിച്ച് വെക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ നീ മിണ്ടാണ്ടിരിക്കും, നീ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ. എനിക്കിത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയം നമ്മൾ എന്ത് ചെയ്തേനെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല, വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എല്ലാം തീർന്നിട്ടുണ്ടാവും, നമുക്കിങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഏത് ടൂറ് പോയാലും തിരക്കുള്ള സ്ഥലത്ത് നാട്ടിൽ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും നമ്മളെ മൈൻഡിൽ ഇത് മുഴുവൻ ഉണ്ടാവും.
ഞാൻ പറഞ്ഞു പെപ്പർ സ്പ്രേ എടുത്ത് പോകേണ്ടി വരും, അത്യാവശ്യം അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ. നീ എന്ത് പെപ്പർ സ്പ്രേ, നീ ബാഗിൽ നിന്ന് എടുക്കുമ്പോഴേ നിന്നെ തീർത്തിട്ടുണ്ടാവും, തോക്കല്ലേ മുമ്പിൽ. ഞാൻ എന്നാ ശരി തോക്ക് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഇനിയിപ്പോൾ നമുക്ക് ടൂർ എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയല്ലേ, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പേടിയുണ്ട്. ഇനി കാശ്മീർക്ക് ഒരു ട്രിപ്പ് പോകാനുള്ള ധൈര്യം ഉണ്ടോ? ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചാല് അങ്ങനെ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ ആ സ്ഥലം കണ്ടിട്ടില്ലല്ലോ, നമ്മൾ എന്തായാലും പോകണം. നമ്മൾ പെഹൽഗാം മാത്രം, മിനി സ്വിറ്റ്സർലൻഡ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അതെന്തായാലും നമുക്ക് കാണാം, നമ്മൾ ബാക്കി വെച്ചൊരു കട എന്ന് പറഞ്ഞു. അപ്പൊ ആ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് അതിലല്ല ഡാഡി, കഴിക്കാൻ കഴിഞ്ഞ സ്പോട്ടിലുണ്ടാവും, ഉറപ്പാണ്. നമ്മള് സ്ലോ ആയിട്ടൊന്നും ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അയ്യോ, നമ്മളെ കൂട്ടത്തിൽ ആരെല്ലാം ഉണ്ടായെന്നോ ഒന്നും, അത് ഒന്നുമില്ല. അതായത് ഞാൻ 1 or 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മമ്മ എപ്പോഴും പറയും അന്നം ദൈവമാണ്, അന്നം ദൈവമാണ്, ദൈവം പോലെ കാണണം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ആ അമ്മമ്മ പറഞ്ഞ വാക്ക് എനിക്ക് ഇതിൽ അണ്ടർലൈനായി. സത്യം, നമുക്ക് ജീവൻ തന്നല്ലേ ഡാഡി, നമ്മൾക്ക് തന്നത് ആ അന്നാണ്. അപ്പൊ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായ വേസ്റ്റ് ആക്കുമ്പോഴും അതും ഇതും നമ്മളങ്ങനെയല്ലേ പറഞ്ഞു പോവുക. ശരിക്കും പറഞ്ഞാൽ അന്ന് 1:15 കാരണം ആദ്യത്തെ 2 ദിവസം ഞാൻ പറഞ്ഞില്ല ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല, ലഞ്ച് അവോയ്ഡ് ചെയ്തു കാരണം ടൈം ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. അന്ന് 1:15 നമുക്ക് ആർക്കും വിശന്നില്ല. റൂമിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ വണ്ടി കയറിയതാ, വിശന്നിട്ടേ ഉണ്ടായില്ല. അപ്പം ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ഞാനും എൻ്റെ കസിൻ ലിജി പറഞ്ഞു നമുക്ക് വിശക്കുന്നില്ല, കുഴപ്പമില്ല, വെറുതെ പോയി ഇവർക്ക് കൂട്ടിരിക്കാന്ന് പറഞ്ഞു. ഒരു 4 പേര് ഇപ്പൊ ഫുഡ് വേണ്ട നമുക്ക് അവിടെ കണ്ടിട്ട് കഴിക്കാന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടല്ല ഉറപ്പായിട്ടും വണ്ടി നിർത്തും. ആരും പറഞ്ഞില്ല. അതാണ് ഏറ്റവും എനിക്ക് വിശക്കുന്നുണ്ടായില്ല. 10 മണിക്കാണ് നേരം ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 10 മണിയായപ്പോഴാണ്, പിന്നെ വിശക്കുണ്ടായില്ല. എന്നാലും എല്ലാവരും കയറി ഇവിടെ. അതാണ് ഏറ്റവും ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ അതെന്തുകൊണ്ട് നമ്മൾ നോ പറഞ്ഞില്ല, അതാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ഹസ്ബൻഡ് എൻ്റെ മുഖത്ത് നോക്കിയാണ് ഈ വണ്ടി നിർത്തുമ്പോൾ ലഞ്ച് കഴിക്കാന്ന്. വേഗം തന്നെ ഞാൻ മനസ്സിലോർത്ത് വിശക്കുന്നില്ലല്ലോ. അപ്പം എൻ്റെ ഉള്ളിൽ വന്ന ഇതെന്ന് പറയാ, നീ എന്തിനാ നിന്നെപ്പറ്റി ചിന്തിക്കണം, മറ്റ് 10 പേര് ഇരിക്കുമല്ലേ മനസ്സിലായി. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു സാധാരണ എപ്പോഴും പോകുമ്പം നീ ഫുഡ് വേണ്ടാന്ന് പറയും, നിനക്ക് ഇന്ന് എന്താ പറ്റിയെന്ന്. എനിക്കറിയില്ല എന്ന്. കാരണം ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നതുകൊണ്ട് ലഞ്ച് ടൈമിലൊന്നല്ല ഞാൻ ഫുഡ് പൊതുവെ എന്നെ പരിചയമുള്ള എല്ലാവർക്കും ഇപ്പം കാണുന്നവർക്കൊക്കെ അറിയാം. എല്ലാ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എന്നോട് പറഞ്ഞാൽ ടൈമിന് കഴിക്കണം എന്നാണ്. ഞാൻ ഒരിക്കലും ടൈമിൽ കഴിക്കാത്ത ആളാണ്. അതുകൊണ്ട് ഹസ്ബൻഡായിട്ട് ട്രിപ്പ് പോകുമ്പം ഈ ഫുഡ് പ്രശ്നമാണ്. കാരണം അവർക്ക് വിശക്കില്ല. അപ്പോൾ ഹസ്ബൻഡ് അപ്പം തന്നെ മൂഡ് മാറും. കാരണം പിന്നെ നിന്നെ കാഴ്ചക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ കഴിക്കുമെന്ന്. അപ്പോൾ വണ്ടി വിട്, അവർക്ക് വിശക്കുമ്പോൾ ആക്കാമെന്ന് പറയും. മനസ്സിലായ? പക്ഷേ അത് എന്താ, അതാണ് ഡാഡിയും മമ്മിക്കും വിശന്നില്ല. അതിലേറെ ടെൻഷൻ ഞങ്ങളെ കസിൻ സിസ്റ്റർ ലിജി എന്ന് പറഞ്ഞില്ലേ, പുള്ളിക്കാരി ഇങ്ങനെ കിട്ടുകിട്ട് വിറക്കുവാണ്, കയ്യെല്ലാം ഇങ്ങനെ ഐസാവും അവൾക്ക്. അപ്പം അവള് സമ്മതിക്കുന്നില്ല, അവൾക്ക് ടെൻഷനോടെ ഇപ്പൊ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പക്ഷേ അന്നേരത്ത് പോവലൊന്നും നടക്കില്ല. അന്ന് അപ്പൊ പോവാന്ന് പറയുമ്പോൾ ഒരിക്കലും പോരാൻ പറ്റില്ല. ഇവിടെ വിളിച്ചവരെല്ലാരും പറഞ്ഞത് പോരാ, അവിടെ തന്നെ ഷേപ്പായിട്ടിരുന്നു, ഒക്കെ നോർമലായിട്ട് ഇതായെന്ന് പറയും. ഞങ്ങളത് ചോദിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞ എല്ലാം നോർമലാണ്, കടകളൊക്കെ തുറന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന്. അന്നത്തെ ഒരു ദിവസം വെനസ്ഡേ അവിടെ ഹർത്താലായിരുന്നു, പിന്നെ തേഴ്സ്ഡേ എല്ലാം നോർമൽ, എല്ലാം ഓപ്പൺ ആയിരുന്നു. പക്ഷെ മൊത്തം ഓരോരോ പോയിന്റിൽ അങ്ങനെ പട്ടാളം ആർമി ഫോഴ്സ് അത്ര ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാരെ എക്സ്റേ എടുത്ത് പോകുന്ന പോലെ. ഞങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെക്ക് ചെയ്താൽ വിട്ട ഇങ്ങനെ പോകുന്നപ്പോൾ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തിട്ടാണ് ഡ്രൈവറിന്റെ അഡ്രസ്സും വണ്ടി അവർ ആ നമ്പർ ഇതൊക്കെ ബ്ലോക്ക് എടുത്ത് വണ്ടിയിലുള്ളവരെല്ലാവരെയും നോക്കിയിട്ടാണ് കംപ്ലീറ്റ്. അത് പെഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക് നമ്മൾ വിട്ടല്ലോ സംഭവത്തിന് ശേഷം. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് പിന്നെ വിട്ടത്. ഫുള്ള് ചെക്ക് ചെയ്ത് വണ്ടിയിലെ ആൾക്കാരെ നോക്കി എല്ലാം. അങ്ങോട്ട് കൊണ്ടുപോയ ആ വണ്ടിക്കാരൻ തന്നെയല്ലായിരുന്നു ഇങ്ങോട്ടും തിരിച്ചാക്കി തന്നെ. ഞങ്ങള് 6 ദിവസത്തേക്ക് പുള്ളിനെ വിളിച്ചു ഫുൾ എടുത്തതായിരുന്നു. പുള്ളി എന്താ പറഞ്ഞു? അവര് ഒന്നും പറയാ, ആളുടെ അല്ല ഡാഡി എന്ത് വിഷമം. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു അവരുടെ ജീവിതത്തിനാണ് ബാധിക്കണെന്ന് പറഞ്ഞു. അവരിതുകൊണ്ടാണ് ജീവിക്കണം. അയാളൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതമാണ് ഇതായെന്ന് പറഞ്ഞു. അപ്പൊ അത് എനിക്ക് മനസ്സിലായില്ല, മക്കള് പറഞ്ഞിട്ട് പറഞ്ഞത് മനസ്സിലാക്കിയതാ. ഇവര് പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കിയാണ് അവരുടെ ജീവിതം പുറകോട്ട് പോയെന്നാണ് അവര് പറഞ്ഞത്. ബാക്ക് ടു നോർമൽ ആവാൻ ഇനി എത്ര ടൈം എടുക്കും? അയാളോട് നിങ്ങളെ ലാസ്റ്റ് ട്രിപ്പ് ബാക്കി എല്ലാം ക്യാൻസൽ ആയിരുന്നു. 90% ക്യാൻസൽ ആയിരുന്നു. എല്ലാവരും ക്യാൻസൽ ആയിരുന്നു. അയാളുടെ കസിന്റെ മകൻ ഒരു 5 ദിവസം മുമ്പ് ഒരു
ടാക്സി എടുത്തിട്ടുണ്ട്. കാരണം ഈ അത്ര ബുക്കിംഗ് കിട്ടിയപ്പോൾ ഇയാൾ ഷെയർ ചെയ്ത് കുറച്ച് പേര് അങ്ങോട്ടേക്ക്. ലോൺ എടുത്ത വണ്ടി എടുത്ത് അടുത്ത മാസം EMI അടയ്ക്കണത് എങ്ങനെയാണെന്ന് പറയണേ. അവരൊക്കെ ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്? ഈ ആതങ്കവാദികളുടെ കൂടെ കൂടണോ അതോ സൂയിസൈഡ് ചെയ്യണോ, ഭിക്ഷ എടുക്കണോ, എല്ലാവരും ഞങ്ങൾക്കും കൂടെ പറഞ്ഞാന്നാ പറയണേ. ഈ ഫുഡ് കഴിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നോ ഭീകരാക്രമണം നടന്നത്? അല്ലല്ല, അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത്. 15 കിലോമീറ്റർ അങ്ങോട്ട്. പിന്നെ വെച്ചാൽ നമ്മള് ഉച്ച ആയതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടായില്ല. ആ. സാധാരണ എല്ലാവരും വേഗം അവിടെ ഒരു 10 o'clock എത്തും ഈ സ്പോട്ടിൽ. അപ്പോഴാണ് നമുക്ക് ക്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഈ കുതിരയിലൊക്കെ കയറി അവിടേക്ക് എത്താൻ പറ്റുക. ഞങ്ങൾ 2 ദിവസം അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങള് സ്ലോ ആയിട്ടാ വന്നത്. അവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ ഇല്ല, ഒന്നുമില്ല. അവിടെ ഒന്നുമില്ല. അത് കേൾക്കാനൊന്നും പറ്റൂല. ഞങ്ങൾ മുകളിലേക്ക് കയറി പോണ്ടേ. ഒരുപാട് കയറ്റം കയറി മുകളിൽ ചെല്ലണം. മുകളിലെത്തണം. ചുരം പോലെ ഇങ്ങനെ കയറി പോകേണ്ട സ്ഥലം. തിരിച്ച് റൂമിലെത്തിയിട്ട് ഇത്രയും പേര് മരിച്ചു എന്ന് അറിഞ്ഞില്ലേ? ആ സമയം അന്നേരം അറിഞ്ഞില്ല. നമ്മള് റൂമിലെത്തി ഏകദേശം ഒന്ന് ലഗേജ് ഒക്കെ സെറ്റ് ചെയ്ത് വൈഫൈ പാസ്വേഡ് ഒക്കെ എടുത്തപ്പോഴാണ് മമ്മീൻ്റെ ഡാഡിന്റെ വാട്സപ്പ് ഓൺ ആവലും കോളുകളല്ലേ ഡാഡി. നമ്മളെ കസിൻസ് ഒക്കെ വാട്സപ്പ് കോളിലൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡും പോസ്റ്റ് പെയ്ഡ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഇത്രയും പേര് അവിടെ മരിച്ചു എന്ന് അറിയുന്നത് ന്യൂസ് വെച്ചപ്പോ. ന്യൂസ് വെച്ചു. നമ്മളപ്പോ തന്നെ ന്യൂസ് വെച്ചു, യൂട്യൂബിൽ നോക്കി, ഫേസ്ബുക്കിൽ അപ്പൊ തന്നെ വരുമല്ലോ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ നമ്മളെല്ലാം കയറി ലഗേജ് എല്ലാം ഇങ്ങനെ സെറ്റാക്കി ശരിക്കും പേടിച്ചത്. അപ്പോഴാണ് ഇത്രയും വലിയൊരു ഇതിലാണ് ഇഷ്യൂ ആണെന്ന് അന്നേരം അറിഞ്ഞില്ല. അന്നേരം അത് കഴിഞ്ഞപ്പോ പിന്നെ പേടിയാകാൻ തുടങ്ങി. അത് ടൂറിസ്റ്റിനെ ഫോക്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. ഒന്നും ഇത്രയും പേര് മരിച്ചെന്ന് പറഞ്ഞപ്പോ പിള്ളേരുടെ ഭാഗത്തു നിന്നുള്ള പിള്ളേർക്ക് ആദ്യം ഒന്നല്ല, ഇവരൊരു ട്രിപ്പ് മൂഡല്ലേ, ഇവരൊരു സെക്ഷനാ. അവരുടെ 2 മക്കൾ, ഇവര് 3 പേരും. നിങ്ങൾ മൊത്തം 11 പേരായി. 11 പേര്. അതിൽ 5 പേര് പിള്ളേർ തന്നെയാണ്. അപ്പൊ ഇവരൊരു ഗ്യാങ് ആണ്. അവർ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. അവരൊരു മൂഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഇവര് ഇതൊന്നും അറിയാണ്ട് കളിച്ചിരിക്കും. ഞാൻ നിങ്ങളിത് വല്ലതും അറിഞ്ഞോന്നു. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് ഇത് കണ്ടപ്പോഴേക്കും ഇവർക്ക് പേടിയാവാൻ തുടങ്ങി. ഷോക്കായോ ശരിക്കും? എന്താ തോന്നുന്ന അതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുമ്പോ? ഞാൻ ശരിക്കില്ലേ ആ വാലി എത്തുന്നൊരു ഓർമ്മയായിരുന്നു. പെട്ടെന്ന് ഹോണെല്ലാം കേട്ട് അങ്ങനെ നെറ്റി എണീക്കുന്നേ. ഹോണായിട്ട് നെറ്റി എണീച്ചപ്പോ അടുത്ത് പറഞ്ഞു എന്തോ അവിടെ പ്രോബ്ലം നടക്കുക, എന്തോ പ്രോബ്ലം ഉണ്ട്, തിരിക്കുക. അപ്പൊ നമ്മൾ കാണാനുള്ള കൊതിയിൽ പോയായിരുന്നു. തിരിച്ച് നമ്മളൊരു പാർക്കിലെത്തി കുറെ ഫോട്ടോസ് എല്ലാം എടുത്ത് റൂമിലെത്തി നമ്മൾ ഊണ് കളിക്കുക. അന്നേരം അമ്മ വന്ന് പറഞ്ഞു ഇങ്ങനെ പ്രോബ്ലം എല്ലാം ഉണ്ടായി. അന്നേരം ഞങ്ങള് അത്ര സീരിയസ് ആയി എടുത്തില്ല. പിന്നെ ന്യൂസിൽ ഫ്രണ്ട്സ് എല്ലാം കോളാക്കാൻ തുടങ്ങി ഇൻസ്റ്റയില്. ഓക്കെ ആണോ, നീ പോയതല്ലേ, സ്റ്റോറി കണ്ടു. അന്നേരം ആ സീരിയസ്നെസ് അറിഞ്ഞ പേടിച്ചു. നല്ല രീതിക്ക് ടെൻഷനായി. അപ്പൊ മൊത്തത്തിൽ ആ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര സീനായി പോയേനെ. ആരായിരുന്നു ഫുഡ് കഴിക്കാന്നുള്ള പ്ലാൻ പറഞ്ഞതും കാശ്മീർ ട്രിപ്പ് പോവാന്നുള്ള പ്ലാൻ പറഞ്ഞതും? അത് ഞങ്ങൾ എല്ലാരും കൂടി പപ്പ എല്ലാവരും ചോദിച്ചു എങ്ങോട്ടാ പോകണ്ടേന്നുള്ളത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കാശ്മീർ പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ ട്രിപ്പ് പോയിട്ട് വന്നിട്ടുള്ളൂ, സെറ്റാ എന്നെല്ലാം പറഞ്ഞു പോയതാ. അപ്പൊ അവള് പോവാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോ പറഞ്ഞു ഓക്കെ. എല്ലാവരും ചോദിച്ചപ്പോ കാശ്മീർ ആരും പോയില്ല എന്നുള്ളതിൽ നമ്മൾ പോയതാ. പിന്നെ പോവണ്ടായിരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലെത്തിയോ? അവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയത് എന്ത് കണ്ടിട്ടായിരുന്നു? കണ്ടെച്ചാൽ ആ ആംബുലൻസും ആർമി വണ്ടികളും. എത്ര വണ്ടി പോയെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് അത്രയും ആംബുലൻസ് ആണ് പോയത്. അപ്പോഴാണ് ഞാൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കുക. നമ്മുടെ ഫ്രണ്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഇത് നമുക്ക് അപ്പോഴാണ് ഇതിന്റെ ആ ഭീകരത മനസ്സിലായത്. CRPF ഒക്കെ എവിടുന്ന് എത്ര പെട്ടെന്ന് വന്നേന്ന് കഴിഞ്ഞു. ഞങ്ങള് വാലി ഇറങ്ങി ഹെലികോപ്റ്റർ തന്നെ എന്തോരമാണ് അതിന്റെ മുകളിൽ വന്നതെന്നറിയാമോ? അപ്പോഴാണ് നമുക്ക് അതിന്റെയൊക്കെ ഭീകരത മനസ്സിലാണ്. അപ്പോഴാണ് അത്ര ഹെലികോപ്റ്ററൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലേ വരുള്ളൂ. ഇത്ര ആംബുലൻസിലെ ആൾക്കാരെ കൊണ്ടുകൊണ്ട് പോകുമ്പോഴത്തേക്ക്. അപ്പോഴാണ് അതിന്റെ ഇത് ശരിക്കും നമുക്ക് വിഷമമായത്. നമുക്ക് CRPF എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മള് ഫിലിമിലെ യുദ്ധത്തിന് പോകില്ലേ, ഏറ്റവും മുകളിൽ 4 പേര് ഇങ്ങനെ നിന്നിട്ടോ ഗൺ പോയിന്റ് വെച്ചിട്ട്, അതുപോലെയായിരുന്നു. അതേപോലെ 1-2 വണ്ടിയല്ല, 10-25 വണ്ടിയാണ് ഒരൊറ്റ ട്രിപ്പ് അങ്ങാട് പോണത്. അതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? കണ്ടപ്പോ എന്താ ഫീൽ ചെയ്തേ? ആദ്യം അത്ര ഇതുണ്ടായില്ല, പേടി. പിന്നെ ഈ ന്യൂസ് എല്ലാം കണ്ട് ഇവരെ സംസാരിക്കുന്ന കണ്ടപ്പോ പേടി ഇത് വന്നത്. അത്ര സമയം ഇവരും വണ്ടിയിലിരുന്നിട്ട് അവർ ബാക്ക് സീറ്റിൽ ഇവരൊക്കെ ഇരിക്കണം കുട്ടികൾ. അവര് ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ സംസാരിക്കുന്നതിൽ ഇതിലൊന്നും അധികം ശ്രദ്ധിച്ചില്ല ഇവര്. റൂമിലെത്തിയപ്പോഴാണ് കംപ്ലീറ്റ് എല്ലാം ഇത്. പിറ്റത്തെ ദിവസം പിന്നെ ഹർത്താലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. നമ്മൾ എങ്ങനെയാ നോക്കാം. അപ്പം റിസോർട്ടിൽ അവർ നമ്മളടുത്ത് പറഞ്ഞു നിങ്ങളിങ്ങനെ ഇരിക്കല്ലേ, അവർക്ക് പേടി. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ടെൻഷൻ അടിച്ച് എന്തെങ്കിലും ഇവർ പെട്ടുപോകില്ലേ.
നിങ്ങൾ പുറത്തിറങ്ങും, റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ലേക്ക് ഇങ്ങനെ ഉണ്ട്, അവിടെ നിന്ന് ഫോട്ടോസ് എടുക്ക്, അതിൻ്റെ ഉള്ളിൽ ഇരിക്കല്ലേ പുറത്ത്. എന്നിട്ട് അയാളുടെ 4 മാസമുള്ള കുട്ടീനെയൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെയെങ്കിൽ ഇവർ പുറത്തോട്ട് ഇറങ്ങട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ കുട്ടീനെയൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ നിന്ന് അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അവരെന്നല്ല, നമ്മളായിട്ട് അവിടെ റിലേറ്റഡ് ആരൊക്കെയാണോ ഫുള്ള് സപ്പോർട്ടായിരുന്നു അവർ. നല്ല സപ്പോർട്ട്. കാര്യം എന്ന് വെച്ചാൽ അവർ നമ്മളെ കൊണ്ട് വീഡിയോ ഒക്കെ എടുത്തു അവിടെ നിന്ന്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ബുക്ക് ചെയ്തവരെങ്കിലും ക്യാൻസൽ ആവാതിരിക്കട്ടെ എന്ന്. പക്ഷെ അത് നമുക്ക് ആരടുത്തും അങ്ങനെ പറയാൻ പറ്റൂല. കാരണം അതൊക്കെ ഡിപ്പെൻസ്, നമുക്ക് ഒരാളുടെ ഇഷ്ടമല്ല. പിന്നെ ജീവനെല്ലാം എല്ലാവരും നോക്കും. ആ സ്ഥലം അവിടെ ഉണ്ടല്ലോ, എത്ര നാൾ കഴിഞ്ഞ് വേണമെങ്കിൽ പോകാമല്ലോ. അവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ പോയിട്ട് വേണം മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കാൻ. ഇവിടെ ആർമി ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും സപ്പോർട്ടിങ് ആയിരുന്നു, നിങ്ങൾ പോയിട്ട് പറയണം എന്ന്. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിയിലൊരു ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നു. ട്രാഫിക് പോലീസ് നമ്മളെ ടാക്സി ഡ്രൈവറോട് പറഞ്ഞത് എന്താ വെച്ചാൽ അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞു. അപ്പം തന്നെ ഇയാൾ ഭയങ്കര ഇതിൽ ഒരു ഇമോഷണലി തിരിഞ്ഞിട്ട്, നിങ്ങൾക്ക് മനസ്സിലായോ അവരെന്താ പറഞ്ഞതെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു എന്താ അവർ പറഞ്ഞത്, ഞാൻ വെച്ചാൽ വേറെ എന്തോ എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ കട്ടിയോ എന്താണെന്ന് എനിക്കറിയില്ല, ഞാനത് ആ ഹിന്ദി വേർഡിൽ തന്നെ പറയാം. അയാൾ ടാക്സി ഡ്രൈവർ പറഞ്ഞത് എന്താ വെച്ചാൽ, കാരണം എനിക്ക് കുറേ കോൾസ് വരുന്നുണ്ടായി. അപ്പോൾ അയാൾ വിചാരിച്ചു ഞാൻ ഈ ന്യൂസ് റിലേറ്റഡ് ആരോ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾ വെച്ചാൽ നിങ്ങൾ എന്താണ് ആദരണീയ प्रधानमंत्री जी मोदी जी को ये मैसेज दीजिए कि पूरा कश्मीर की जनता ये टूरिस्ट के साथ है, हमारा जान चले जाए तो भी हम टूरिस्ट के साथ है, क्योंकि टूरिस्ट लोग हमारे भगवान है. അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങളത് റെസ്പെക്റ്റഡ് പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് ആ മെസ്സേജ് കൊടുക്കണം, ഞങ്ങളെല്ലാവരും ടൂറിസ്റ്റിൻ്റെ കൂടെയാണ്. കാരണം അതില്ലെങ്കിൽ അവർക്കില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ ഐറ്റംസ് വാങ്ങാനുണ്ടാവും. ഞങ്ങളപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ പറയുക, അവിടെ അത്യാവശ്യം വാങ്ങാനൊന്നുമില്ല, അവിടെ കാണാനുള്ള ഈ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ ക്രാഫ്റ്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, ആകെ ഒരു വുഡിൽ ചെയ്ത ഒരു ബോട്ട് പോലത്തതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കി ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസാണ്. സാധാരണ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തേതായ കുറേ ഐറ്റംസ് ഉണ്ടാവില്ല നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അവിടുത്തെ കാശ്മീരി ഡ്രസ്സ് ഉണ്ട്, അത് ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നുമില്ല. കാരണം വേറെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് തോന്നില്ല. കാരണം ഈ സ്ഥലങ്ങൾ തന്നെ കണ്ടിട്ട് അതാണ് അവരുടെ അസറ്റ്, അതാണ് അവരുടെ ഒരു ദൈവം അവർക്ക് കൊടുത്ത ഗിഫ്റ്റ്. അതാണ് അത് നമ്മൾ പോയിട്ട് കാണുക. സത്യത്തിൽ തിരിച്ചു വരുന്നവരെ അവിടെ നിൽക്കാൻ പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. പേടി തോന്നിയായിരുന്നു. ഞങ്ങള് ഈ ഇൻസിഡന്റ് ആയിട്ട് മുഗൾ ഗാർഡനിൽ പോയായിരുന്നു. അവിടെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. അവിടെ എന്തെങ്കിലും ഇങ്ങനത്തെ ഇൻസിഡന്റ് വന്നാലോ എന്നുള്ള ഇതിലായിരുന്നു. ഞങ്ങൾ പോയി, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവിടെ 2 ദിവസം സ്റ്റേ അടിച്ചു, റിട്ടേൺ അടിച്ചു. എന്നുവെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്തത് ശ്രീനഗറിൽ വന്നിട്ട് ദാൽ ലേക്കിൽ ഒരു ബോട്ട് ഹൗസ് എടുത്തു. അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ മുഗൾ ഗാർഡൻ. അപ്പോൾ അവിടെ പക്ഷേ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായി. കൽക്കത്ത, കർണാടക, തമിഴ്, ഗുജറാത്ത്, അവിടെ നല്ല ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവക്ക് ഭയങ്കര ടെൻഷനാണ്, പോവാന്ന് പറഞ്ഞു. കാരണം അവിടെ നിറച്ചും ജനങ്ങളാണ്. ആരാണ് ഇനി ഇതാക്കണേ, ഗൺഷൂട്ട് ആവണേന്ന് അറിയില്ലല്ലോ. അവിടെ നിന്ന് പക്ഷേ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി, ജസ്റ്റ് അവിടെ പോയി 3-4 ഫോട്ടോസ് എടുത്ത് വേഗം ഇറങ്ങി. നമുക്ക് ക്രൗഡായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കാൻ പേടിയായിരുന്നു. പിന്നെ വേഗം ലേക്ക് കയറി ആ ബോട്ട് ഹൗസ് കയറി, പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ നേവി ഓഫീസർ മരിച്ചു കിടക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തിരിക്കുന്ന ആ ലേഡി, അവരെ ആ കപ്പിൾസിനെ എവിടെയെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, അവരെ കണ്ടിട്ടില്ല. ആ ഫോട്ടോസ് കിടക്കണം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് അവരെ കണ്ടില്ല. ആ ഫോട്ടോ എപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്? അത് ഇവര് പിള്ളേര് പിന്നെ മൊബൈലിൽ കാണിച്ചു തന്നപ്പോഴാണ് കാണുന്നത്. അപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നത് മനസ്സിലായി. അന്നേരമാണ് അതൊക്കെയാണ് അന്നേരം അവിടെ കാണുന്നത്. ഇങ്ങനെ ഓരോരുത്തർ ഈ മൊബൈലിൽ വരുന്നപ്പോൾ പിള്ളേർ കാണിച്ചു തന്നപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് ടെൻഷൻ കൂടി. ശരിക്കും ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ 2 ദിവസം ഒറ്റ ഇത് നോക്കിയില്ല, യൂട്യൂബിൽ നോക്കിയില്ല, സംഭവങ്ങളൊന്നും നോക്കിയില്ല. കാരണം എനിക്ക് കോൾസ് വന്നിട്ടുണ്ടായി, പക്ഷെ എനിക്ക് ഓരോ ആൾക്കാരെ അയച്ചു, ഞാൻ തുറന്നു നോക്കിയിട്ടേ ഉണ്ടായില്ല. ഏതോ ഒരു മലയാളി എടുത്തത് പകുതി കണ്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ വെറുതെ ടെൻഷൻ, രാത്രി ഉറങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ വേണ്ടാണ്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നമുക്ക് വല്ല BP കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി എവിടെ ആശുപത്രിയിൽ എടുത്തോടുക. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും നോക്കി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നാണ് കുറേയൊക്കെ നോക്കുന്നത്, ഓരോന്നും ഇതെടുത്തിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇനി നാളെ വന്ദേ ഭാരത് കയറുമ്പോൾ ആയിരിക്കും ഇത് ഓരോന്നും നോക്കുക. അത്ര സമയം നമ്മളത് എന്തോ നമുക്കിപ്പോൾ എന്തൊക്കെ ആവുന്ന ആ സമയത്ത് എന്തോ അത് മേ ബി കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ആ ഫോട്ടോ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ചേച്ചിക്ക് എന്തായിരുന്നു? അതൊന്നും നമുക്ക് അതിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. 6 ദിവസം എന്നല്ല,
എത്ര വർഷം കഴിഞ്ഞാലും നഷ്ടം തന്നെയല്ലേ. അത് ഭയങ്കര തന്നെ, അത് കാണും. അത് ഞാൻ കുറേ പ്രാവശ്യം ആ ഫോട്ടോ മാത്രം, ബാക്കി ആ കുട്ടിയുടെ ഇതൊന്നും ഞാൻ നോക്കാൻ നിന്നില്ല. ഭയങ്കരമായിട്ട് നമുക്കതൊരു ഭയങ്കര അതൊന്നും എത്ര നമ്മൾ നഷ്ടപ്പെട്ടത് അത് പോയത് തന്നെയല്ലേ. എല്ലാം എത്രയോ പേര് മരിച്ചു അതെല്ലാം അവർക്ക് എല്ലാം അതൊന്നും നമുക്ക് ആശ്വസിപ്പിച്ചാലും അത് ഒരിക്കലും ഇതാവുന്നതല്ലല്ലോ. ട്രിപ്പ് പോകാൻ പേടിയായോ ഇതോടെ? ഇല്ല, അത്ര പേടി ഉണ്ടായില്ല ശരിക്കും ആദ്യം പറഞ്ഞാൽ. പിന്നെ ഇതെല്ലാം കാണുമ്പോൾ പേടിയില്ലാകുമ്പോൾ ഇത്തിരി ഉണ്ടോ അടുത്ത ട്രിപ്പിന് പോവാൻ, സ്ഥലം നോക്കിയിട്ട്. ഇവർക്കൊന്നും ഇപ്പോഴും അതിൻ്റെ ഒരു കുട്ടികളല്ലേ മനസ്സിലാവുന്നില്ല അതൊന്നും. അതൊക്കെ ഇതിൽ ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ തീവ്രവാദികൾ കൊന്നൊടുക്കുമ്പോൾ മതം നോക്കിയായിരുന്നു കൊന്നേന്ന് പറയുന്നുണ്ടായിരുന്നു. മുസ്ലിം അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം. ആ ഒരു സംഭവമൊക്കെ കേട്ടപ്പോ എന്തായിരുന്നു ഏറ്റവും ഭയങ്കര വിഷമം അതാ. എന്തായിരുന്നാലും മനുഷ്യരല്ലേ. ഏത് ജാതിയൊക്കെ ഇപ്പൊ ആദ്യം ഇങ്ങോട്ടൊക്കെ മാറാം ആൾക്കാർക്ക്. മതം ജീവൻ മാറാൻ പറ്റും? ഒരു ജീവനല്ലേ എല്ലാവരും. ബ്ലഡും ഒന്ന് തന്നെ എല്ലാവരും, ജീവനും ഒന്ന് തന്നെ. നമ്മൾ അതിനോട് ചിന്തിക്കുക പോലുമില്ല. എല്ലാ മനുഷ്യരെയും നമ്മൾ ഒന്ന് തന്നെയാണ് കാണുന്നത്. ഒരു മനുഷ്യരായിട്ട് തന്നെ കാണുന്നത്. അല്ലാണ്ട് അത് വേറെ ആയിട്ട് ആരും നമ്മൾ ഇന്നവരെ, എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. എല്ലാം ഒരു ജീവി, അത്രയും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിലെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ നിന്നാണ് ക്രിസ്ത്യൻ ഫാമിലിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡാഡിയൊക്കെയാണ് മുൻകൈ എടുത്തത്. ഞങ്ങളൊരു അറേഞ്ച് ഇവർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. നമുക്ക് ഒന്നും ഒരു 100% ഒരു അറേഞ്ച്ഡ് മാരേജ് പോലെ തന്നെയാണ്. അത് ഡാഡി പറയുന്നത് 100% കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ചാൽ ആ ഒരു ഇപ്പം നടന്ന ഇൻസിഡൻറ്റ്, ആ ഒരു പോയിന്റിന് ആരും ഫോക്കസ് ചെയ്യരുതെന്ന് പറയണത്. മേ ബി അവർ ചെയ്തത് 2 ഡിവിഷൻ വരുത്താനായിരിക്കും. അതാരും ഫോക്കസ് ചെയ്യരുത്. ഈ നടന്ന ഇൻസിഡൻറ്റിൽ ആ ഒരു റിലീജിയൻ ചോദിച്ചിട്ടുള്ള ഒരു വേർഡ് ആരും പറയാനും പാടില്ല. അതിനങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു. മതം കൊണ്ടുവരരുത്. അത് വന്നാൽ പോയി, നമ്മളെ ഇന്ത്യ നല്ല പോയി അത്. പക്ഷെ നമ്മൾ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു, വസ്ത്രം ഊരി വരെ പരിശോധിച്ചതിന് ശേഷമായിരുന്നു. അതിപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിൽ കേട്ടല്ലാണ്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, നമുക്കറിയാനും പാടില്ല അതിനെപ്പറ്റിയൊന്നും. അങ്ങനെയൊക്കെ ഇപ്പം ന്യൂസിലൊക്കെ ഇങ്ങനെ കേൾക്കണ്ട. അതിങ്ങനെ എങ്ങനെ സത്യമാണോ നേരാണോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അതെ, ഇപ്പോഴും അതിൽ ക്ലാരിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. അതൊന്നും നമുക്ക് ഇതുവരെ നമുക്കറിയാൻ പാടില്ല. ചിലപ്പോൾ അങ്ങനെ വരുത്തി തീർക്കാനായിട്ട് അവർ ഇതിങ്ങനെ ചെയ്തതുമായിരിക്കും. നമുക്ക് ഒന്നും പൊളിറ്റിക്സും ഇല്ല, ഒന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ പഠിച്ചൊരറിവും ഈ ഒരു സാഹചര്യം കണ്ടിട്ട് പറയാണ്. കാര്യം അത് അത്രയും ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മുമ്പോട്ട് അതങ്ങനെ പോകരുത്. നമ്മൾ ഇതിനെപ്പറ്റി ടോക്കേ വേണ്ട ആരും. ഇനി ഒരു പാർട്ടിക്കാരും ആ ഒരു റിലീജിയനെ പറ്റി പറയേ വേണ്ട. അവിടെ എന്തെങ്കിലും സുരക്ഷാ വീഴ്ച ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? സുരക്ഷാ വീഴ്ചയുള്ളതായിട്ട്, അതായത് ഈ റിസോർട്ടിലോട്ടുള്ള ഇത് അവിടെ ഇവർ പറഞ്ഞു കേട്ടാണ് അവിടെയുള്ളവർക്ക്. നമുക്ക് ഇന്ത്യ ഇതൊന്നും അറിയാൻ പാടില്ല. പറഞ്ഞു കേട്ടാണ് അവിടെ ഈ സ്ഥലത്ത് പട്ടാളക്കാരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞു കേട്ടത്. ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് അന്നേരം സാധാരണ എല്ലായിടത്തും പട്ടാളക്കാരുള്ളതാണ്, അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് പറയണത്. പക്ഷെ അത് നമുക്ക് എന്തോരം സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാനും പാടില്ല. ആ ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് ആർമി ക്യാമ്പ് ഉണ്ടായിരുന്നില്ലെന്നാ പറയുന്നത്. ഉണ്ടായിരുന്നില്ല. പറഞ്ഞു കേട്ടറിയോ, നമുക്കൊന്നും അറിയില്ല. നമ്മളിപ്പോ പറഞ്ഞത് മുഴുവൻ കണ്ടിട്ടും നമ്മൾ സ്വന്തം കറക്റ്റായിട്ട് നമ്മൾ ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. അതില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ലോക്കൽസ് തന്നെയല്ലേ? ഉറപ്പായിട്ടും അത് സത്യമായിരിക്കും. അവർക്ക് നമ്മുടെ അടുത്ത് കള്ളം പറയേണ്ട ആവശ്യം. പട്ടാളക്കാരുണ്ടായിരുന്നില്ല പറയണം. അപ്പൊ അത് ഉറപ്പായും ഒരു സുരക്ഷാ വീഴ്ചയുടെ ഭാഗം തന്നെയല്ലേ? അപ്പൊ ഇനിയും കുറച്ചുകൂടെ സുരക്ഷ ഉറപ്പുവരുത്തിയാലല്ലേ ടൂറിസ്റ്റുകൾക്കായാലും ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്ര സ്ട്രിക്റ്റ് ആയ സ്ഥലങ്ങളിൽ അവരെങ്ങനെ എത്തി? അതൊക്കെ ബാക്കി എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ സ്ഥലത്ത് ബാക്കി എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നാ പറയണം. അവിടെയുള്ളവർ പറഞ്ഞാണ് അങ്ങനെ അറിവ്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇതിനേക്കാളും കുറച്ചുകൂടെ സ്ട്രിക്റ്റഡ് ആയിരുന്നോ? അല്ല, അത് നമ്മളിപ്പോ ഈ സ്ഥലത്ത് എന്നില്ല, നമുക്ക് ഇവിടെ നമുക്ക് അറിയാൻ പാടില്ല. ബാക്കി എല്ലായിടത്തും നമ്മള് സോൻമാർഗും ഗുൽമാർഗിലൊക്കെ പോയ സ്ഥലങ്ങളിൽ അവിടെ ഫുൾ മെറ്റൽ ടെസ്റ്റും കഴിഞ്ഞ് നല്ല ID എല്ലാം നോക്കിയിട്ടാണ്. മെറ്റൽ ടെസ്റ്റ് ഉണ്ട്, ഓട്ടോമാറ്റിക് മെറ്റൽ ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈഡിലേക്ക് പോകുന്നത് വരെ അവിടെ ഫോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് ഇല്ല. പക്ഷെ ഞങ്ങൾ ഫീൽ ചെയ്തേക്കണെന്ന് വെച്ചാൽ ഒരാൾ അതുവഴിയേ വരാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ ഫീല്. ബാക്കി അവരുടെ ജിയോഗ്രഫിക്കൽ ഏരിയസ് നമുക്കറിയില്ല ഏത് വഴി അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്.
നമ്മൾക്ക് ഫീൽ ചെയ്ത കാര്യം. നമ്മൾ ബാക്കി എന്ത് കാര്യം ഒഴിവാക്കിയാലും ആസ് എ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഓരോ ആൾക്കാരും പറയുന്നതാണ് നമുക്ക് തിരിച്ചടിക്കണം എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ജീവന് പകരം ജീവൻ എന്ന് പറയുമ്പം ഡാഡി പറഞ്ഞാൽ അതൊരു ജീവൻ തന്നെയല്ലേ. നമ്മളിപ്പോൾ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്നതാണ് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം, കുറേ പേര് മരിക്കുന്നത് എല്ലാം ഈ ഒരു. പക്ഷേ അത് നമുക്ക് അതിനോട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കുറെ ആൾക്കാരെ കൊന്നടിക്കിട്ട് യുദ്ധം ചെയ്ത് കൊന്നടിക്കിട്ട് എന്താ കാര്യം? ഈ ഇത്രയും മരിച്ചു പോയാൽ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. 1000 പേരെ കൊന്നാലും കിട്ടൂല, 10000 പേരെ കൊന്നാലും കിട്ടൂല. പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് കേൾക്കുന്നില്ലേ ഇന്ത്യയുടെ ഒരു ദയയാണ് പാകിസ്ഥാൻ എന്നുള്ളത്? പക്ഷെ അവരങ്ങനെ കണക്കാക്കണില്ല. ആരാണോ ഇത് ചെയ്തത്, ഞാൻ പറയണ, ഞാൻ ഒരു രാജ്യത്തിന് പറ്റില്ല, ആരാണോ ഇത് ചെയ്തത് അതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോയിക്കൂടെ എന്നാണ്. കാരണം ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ചിന്തിച്ചത് കോവിഡ് വന്നതോടുകൂടി എല്ലാവരും നന്നായി എന്നാണ്. കാരണം ഒരു കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബാധിച്ചു. നമ്മൾ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കി ഏത് സമയം മരിക്കുക. നമ്മൾ കോവിഡിന്റെ ടൈമിൽ എന്താ ഇപ്പം നടന്നതിനേക്കാളും ഭീകരതയിലല്ലേ നമ്മൾ നടന്നിരുന്നത്? ശരിയല്ലേ പറഞ്ഞ? അത്രയും പേടിച്ചിട്ടില്ല വീട്ടിൻ്റെ അകത്ത് നമ്മൾ ഇരുന്ന് സേഫ് ആയിട്ടും. പേടിയായിരുന്നില്ല, ഏത് നിമിഷം നമ്മൾ മരിച്ചുവോ എന്നുള്ളൊരു പേടിയായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ശേഷം ഇത്രേ ജീവിതമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഏത് രാജ്യക്കാരാണെങ്കിലും നല്ല രീതിയിൽ പോകുന്നായിരുന്നു. പക്ഷേ ഒരു കോവിഡിൽ എനിക്കിവിടെ ഒരു 10 കോവിഡ് വന്നാലും ആരും നന്നാവില്ല എന്നാണ് തോന്നണത്. പക്ഷെ ഇന്ത്യൻ ആർമിയുടെ പേജുകളിൽ വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തിരിച്ചടിച്ചിരിക്കും എന്നുള്ളത്. തിരിച്ചടിച്ചിരിക്കുന്നുള്ള ഇപ്പം അത് ഇന്ത്യയുടെ ഒരു ഇന്ത്യ എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ ആയി ഇങ്ങനെ സഹിക്കണ ഇന്ത്യ. കുറെ ഇപ്പൊ ഇന്നാള് 47 ആ സ്ഥലവും ഞങ്ങൾ കണ്ടത് അവിടെ ആ സ്ഥലത്തൂടെ ഞങ്ങൾ പോയത്. അവിടെ ആ സ്ഥലമൊക്കെ ഡ്രൈവർ ഞങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് 48 പേരെ കൊന്നത്. എന്ന് വെച്ചാൽ അവിടെ ഞങ്ങളുടെ വണ്ടി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പട്ടാളത്തിൻ്റെ ഒരു വലിയ ക്യൂ വണ്ടി ഇങ്ങോട്ട് വന്നു. കുറേ വണ്ടികൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ബ്ലോക്ക് ചെയ്തത്. അപ്പോഴാണ് ഡ്രൈവർ പറഞ്ഞത് ഇത് ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കണത് അങ്ങോട്ട് വണ്ടി ഇടിച്ച് കയറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പട്ടാളത്തിൻ്റെ ഇതിലോട്ട് അവിടെയാണ് ഈ 48 പേര് മരിച്ചതെന്ന് പറഞ്ഞു അവിടെ. അപ്പൊ അതേപോലെ നമ്മളിങ്ങനെ ഇന്ത്യയിലെ അതൊക്കെ ഡ്രൈവർ പറഞ്ഞ് കേട്ടിട്ട് പോകുമ്പോ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇത്രയും റിസ്ക് ഉള്ള അപ്പോഴൊക്കെ നമുക്ക് പേടിയുണ്ട്. അപ്പോഴേക്കും നമുക്ക് അപ്പൊ അവിടെ നിന്ന് പോണ വഴിക്കൊക്കെ കംപ്ലീറ്റ് പട്ടാളമാണ്. ആ വഴിക്കൊക്കെ എല്ലാം ഇടക്കിടക്ക് തന്നെ ഇടക്കിടക്ക് വണ്ടിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, വണ്ടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, തോക്കും പിടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ട്. അതായത് പിന്നെ അപ്പം അങ്ങനെ നമ്മുടെ കുറേ പേരെ കൊന്നിട്ടുണ്ട്. അപ്പം അത് നോക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടമുണ്ട്. അത്തരം കുടുംബങ്ങളുടെ ഇപ്പം എന്തോരം തന്നെ മലയാളികൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം ആ 48 പേരിൽ തന്നെ കുറേ മലയാളികളുണ്ടായിരുന്നു. അപ്പം ഏത് മലയാളിയുടെ എന്നാലും ആ 48 പേര് ജീവൻ പോയില്ലേ. പക്ഷെ അതിനോടൊക്കെ നമുക്ക് യോജിപ്പില്ല, നമുക്ക് അതിനോടൊക്കെ എതിർപ്പേ ഉള്ളൂ. പക്ഷെ അതിന് യുദ്ധം ചെയ്ത് പകരം വീട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണില്ല. അതൊരു ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഇതാണ്. അത് അവരുടെ തീരുമാനത്തിന് വിടേണ്ട കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ അതിനോട് കുറേ പേരെ 10000 പേരെ കൊന്നിട്ടെന്താ കാര്യം? കൊന്നിട്ടൊരു കാര്യമില്ല. ഇനിയും കുറെ ഉറ്റവരുടെ ആൾക്കാർ പോകുന്നല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ ഇവിടെ യുദ്ധം ചെയ്ത് നമ്മുടെ പട്ടാളക്കാർ കുറെ പേര് കഴിച്ചിട്ടുണ്ട്. ആരുടെയൊക്കെ നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ ബന്ധക്കാരും ഒക്കെ ആണെങ്കിൽ നമുക്ക് വിഷമം വരും. പിന്നല്ലാണ്ട് അങ്കിൾ ഇപ്പോഴും ആ ഫുഡ് കഴിക്കാൻ പോയ ആ ഒരു ഇൻസിഡന്റ് വലിയ കാര്യമായിട്ട് കാണും. അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അത് തന്നെ, അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെ അവിടെ കയറാനും ഫുഡ് കഴിക്കാനൊക്കെ തോന്നിയത്. അല്ലെങ്കിൽ സ്പോട്ടിൽ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഒന്നെന്ന് വെച്ചാൽ ഇവരൊക്കെ ഏതെങ്കിലും ഒരു സ്പോട്ടിലെത്തിയുണ്ടല്ലോ, അതിന്റെ ഭംഗി കണ്ടിട്ട് മക്കളും മറ്റേ കസിന്റെ 2 മക്കളും ഹസ്ബൻഡും ഫസ്റ്റ് അങ്ങ് എത്തും. ഓടി എവിടെ ലാസ്റ്റ് പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട് അവര്. ഞങ്ങൾ പിന്നെ അവിടെ മോളിൽ നിന്ന് ഞങ്ങളെ വിളിക്കും, വേഗം വാ വേഗം, ഇതെന്താ വയസ്സന്മാരെ പോലെ നടക്കണേന്ന്. ഞങ്ങൾ പതുക്കെ കയറിയിട്ടാണ് അവിടെ എത്തുക. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ താഴെയാണെങ്കിൽ ഇവര് മുകളിൽ എത്തിയിട്ടുണ്ടാവും. അത് ഓർക്കുമ്പോഴാണ് നമ്മൾ താഴെ ഇവര് മുകളിലല്ലേ എന്നുള്ള ഇത്. വെറുതെ ഇപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ആ സംഭവം നമ്മളിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വെടിവെക്കുന്നതും നമ്മളെ ആൾക്കാരെയൊക്കെ, അതും കസിൻസിൻ്റെ മക്കളൊക്കെ വെച്ചാൽ വലിയ ബോയ്സാണ്. അപ്പോൾ അവരെ ആണുങ്ങളെ ഉദ്ദേശിക്കുന്ന തന്നെ നമ്മളെ ചിന്തിക്കുന്നത് നമ്മളെ ഫാമിലിയിലും. അപ്പോൾ ഹസ്ബൻഡ് അടുത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അത് നിർത്ത്, നീ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ചാനലുകാരൊക്കെ വിളിച്ച് നിൻ്റെ തലക്ക് എന്തെങ്കിലും വട്ടായോ എന്ന്. മീൻസ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്തായിരുന്നേനെ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ജസ്റ്റ് ഡിഫെൻഡ് ചെയ്യാൻ എന്താ ചെയ്യുക? അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ചോദിക്കുമ്പോൾ CRPF അല്ലേ, നമ്മളെല്ലാം ID കാർഡ് നമ്മൾ പോകുമ്പോൾ പല സ്ഥലങ്ങളും ചെക്കിങ്ങിന് വന്നപ്പോൾ നമ്മൾ വളരെ ഓപ്പണായിട്ട് കൊടുത്ത് ചോദിക്കുന്നതിനൊക്കെ ഉത്തരവും പറഞ്ഞു. നമ്മളെന്താ പേടിക്കുക, തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ
അതുകൊണ്ട് നമ്മൾ വളരെ ഓപ്പണായിട്ട് എല്ലാം സത്യമായിട്ടേ പറയത്തുള്ളൂ. അതെ. ഒന്നും നീ പറയുന്ന പോലെ ഒന്നും നടക്കില്ല. ബാക്കി നമുക്ക് പറയാൻ പറ്റില്ല ആ സംഭവം എന്താണോ നടക്കണേ. അതുകൊണ്ട് നീ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയും. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ആ ഭീകരാക്രമണത്തിന്റെ നെട്ടൽ ഇതേവരെ മാറിയിട്ടില്ല. ആ ഫുഡ് കഴിക്കാൻ നിന്നുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. അതെ, ഉറപ്പ് 100-ൽ 110%. ഫുഡ് അല്ല ഡാഡി, ഫുഡാണ് രക്ഷപ്പെടുത്തിയത്. അപ്പൊ ഇന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ.